ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂയോർക്ക് പ്രെയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനും കടന്നു വന്ന് സംബന്ധിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ യേശു എങ്ങനെയൊക്കെ എത്ര പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഇന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കും. ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പത്രോസിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പത്രോസിനും ശിഷ്യന്മാർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ വളരെ സുപ്രധാനമായും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ആഴങ്ങളിലേക്കാണ് കിടക്കാനായിട്ട് പോകുന്നത്. വായിച്ചാട്ട്. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു വിഷയമാണ്. അറിയാൻ വയ്യാത്ത ഇതിനകത്തിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നല്ലോണം അറിയാം അല്ലേ? അറിയത്തില്ല. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. കണ്ടോ, ഗോതമ്പ് പോലെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് ശിമോനെ പാറ്റാനായിട്ട് ചോദിച്ചപ്പോഴും കർത്താവ് ശിമോന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ശിമോനെ അവനെ അനുവദിക്കാൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരെയും കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നവരെയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെല്ലാമോ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല എന്നാർക്കും പറയാനും പറ്റത്തില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പാറ്റാൻ വേണ്ടി സാത്താൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞേ, എപ്പോഴെങ്കിലും ചിന്തിച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ചിന്തിച്ച് നോക്കിയിട്ടില്ല. കാരണം എന്താ? ചിന്തിക്കാൻ നമുക്കതിന് അവസരങ്ങളൊന്നും ആരും തരുന്നൊന്നുമില്ല. കാരണം നമുക്ക് അതല്ല നമ്മുടെ ചിന്ത. നമ്മൾ ചിന്തിക്കുന്നത് വേറെ എന്തൊക്കെയാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. വചനത്തിൽ വസിക്കുന്നതിന് വേണ്ടിയാണെന്ന് കർത്താവിൻ്റെ ദാസിയുടെ അഭിപ്രായം. വേറെ ആരെങ്കിലും വല്ല അഭിപ്രായം പറയാനുണ്ടോ? എന്തിനു വേണ്ടിയാണ് പാറ്റാൻ വേണ്ടി ചോദിച്ചത്? സാത്താൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന്? വിശ്വാസത്തിൽ ഉറപ്പിക്കാനോ? അതിപ്പോ സൂസൻ തന്നെയല്ലേ പറഞ്ഞത്? ഓക്കെ, കർത്താവിൻ്റെ ദാസിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ? ആരെങ്കിലും? ഓക്കെ, ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രീതി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. 9-ാമത്തെ അധ്യായം എടുത്താട്ട് അതിൻ്റെ 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. അപ്പം ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ടായിരുന്നു. എന്തോ എന്തിനു വേണ്ടിയാ?
ഓ, അപ്പം എന്തിനാ സാത്താൻ ഗോതമ്പ് പോലെ മാറ്റാൻ വിളിച്ചത്? എന്തിനായിരുന്നു? ചോദിച്ചെന്തിനായിരുന്നു? ഇപ്പം മനസ്സിലായില്ല. കാരണം നമുക്ക് മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം കേട്ടേച്ചാൽ അതിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. മത്തായിയുടെ സുവിശേഷത്തിലുണ്ടെന്ന് വന്നാട്ട് അതിൻ്റെ 20-ാം അധ്യായം എടുത്താട്ട് അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേട്ടെ. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക വന്നു. നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവള് അവനോട്, ഈ എന്റെ പുത്രന്മാർ 20 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാൻ ഇരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരുപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരുടെ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അങ്ങനെ അരുത്. ഓക്കെ, മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തായിരുന്നു ഇവരുടെ വിഷയം? ഇവർ ഒരു പ്രാവശ്യമാണോ ഇവരില്ല ഈ സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത്? അല്ല, പല പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിളിനകത്ത് നോക്കിയാൽ പല പ്രാവശ്യം ഇവർ സ്ഥാനത്തിന് വേണ്ടി, വലിയവനാകുന്നതിന് വേണ്ടി പിടിച്ചിട്ടുണ്ട്. അവർ പിടിച്ചിട്ട് ഒക്കാഞ്ഞിട്ട് അവരുടെ അമ്മയെ വിട്ട് റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റെക്കമെൻഡേഷൻ ചെയ്തിട്ടില്ലയോ? ഓക്കെ, ഇത് നമ്മൾ ഈ കാലയളവ് വരെ നമ്മളോട് ആരെങ്കിലും ഇതാണ് സംഭവം എന്ന് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടോ? നമ്മളെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടോ ഇക്കാര്യം? ഇന്നതിനാണ് ഇവരെ ഗോതമ്പ് പോലെ മാറ്റാൻ വിളിച്ചതെന്നുള്ളവർ ആരെങ്കിലും പറയാറുണ്ടോ സാധാരണ? ഇല്ല, ആരും പറയത്തില്ല. എന്താ പറയാത്തത്? അവർക്കാർക്കും അല്ല, അവർക്ക് വേറെ ആരെങ്കിലും, അവർക്ക് ഇന്നാളൊരു സ്ത്രീ പറഞ്ഞു, വചനത്തിലല്ല പക്ഷേ എന്താണ് ആത്മാവിലത്ര ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ഭയങ്കര ബഹളങ്ങളായിരുന്നു, അല്ലായിരുന്നോ? പക്ഷെ ഇപ്പൊ ഇതിനെന്താ ഇവരാരും ബാധിക്കാത്തത്? എന്താ ആരും പറയാത്തത്? എന്താ? സഭകളിൽ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഇടയിലില്ലയോ? ഇവരുടെ ഇടയിൽ ഇത് തന്നെ ഉള്ളത്. അത് ഏത് കൂട്ടായ്മയിലാണ് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്, അല്ലയോ? എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇത് പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പൊ അവരെന്തോ ചെയ്യും? അവരതങ്ങ് വിഴുങ്ങും. പ്രസംഗിക്കത്തില്ല, അവരതങ്ങ് വിഴുങ്ങും. വിഴുങ്ങിയിട്ട് വേറെ ഏതൊക്കെയോ പറഞ്ഞു തരും. എന്തിനാ പറഞ്ഞു തരുന്നത്? കണ്ടോ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് ചോദിച്ചു, അതിൻ്റെ നമുക്ക് സൂപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ട് അത് അങ്ങ് വിഴുങ്ങിക്കളയും. കർത്താവ് പത്രോസിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് അതിനെ എന്തു ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിഴുങ്ങും. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ കയറി കസേര കളിച്ച് മേളിൽ കയറി ഇരിക്കുന്ന കഥയാണോ ഇപ്പൊ പറഞ്ഞേക്കുന്നത്? ആണോ അല്ലയോ? അതെയോ? അതെ. അപ്പം ഇവരെ കൊണ്ടല്ലയോ പിന്നെ നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നത്, നമ്മുടെ വീടിന് കൂതാശ ഏൽപ്പിക്കുന്നത്, വീടിനെ പ്രാർത്ഥിപ്പിക്കുന്നതൊക്കെ ആണോ അല്ലയോ? അപ്പൊ ആ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകുമോ? മമ്മ ഒന്ന് പറഞ്ഞേ. ഇവരെ എവിടെ കിടക്കുക? ഇവരാരുടെ കൈ കിടക്കുക?
അപ്പം അവരെ കൊണ്ടല്ലയോ നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നത്, നമ്മുടെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കുന്ന പിള്ളേരെ തലയിലോട്ട് വെച്ചിട്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. ഉം. ആ അപ്പം ആ പിള്ളേരുടെ ജീവിതം എന്തായി തീരും? കൂട്ടിച്ചോളാം. ഇപ്പം പിടികിട്ടിയ സംഭവങ്ങൾ എന്തെങ്ങനെ നടക്കുന്നതെന്ന്. ഓക്കെ. ഓക്കെ. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് ചുമതല ആരുടേതാണ്? നമ്മുടെ ആ ഞാൻ കല്യാണം കഴിക്കുന്ന അവസരത്തിൽ അപ്പം ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ് കല്യാണം കഴിക്കാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു തിരുമേനിമാരെ വല്ലതും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരുമേനി ഇവിടെ അച്ഛനില്ലയോ എന്ന് ചോദിച്ചു. നമ്മൾ പള്ളിയിലെ ഇടവകയിലെ അച്ഛനില്ലയോ? അച്ഛനില്ലയോ ഈ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്, വേറെ വല്ലതും വന്നോ? തിരുമേനിയാണ്. തിരുമേനി കണ്ടിട്ട് പോലുമില്ല, ഞങ്ങളുടെ വീട്ടുകാരെ അറിയത്തില്ല, വീട്ടിലുള്ളവരെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങേര് വന്നിട്ട് എൻ്റെ കല്യാണം നടത്തണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരെ കൊണ്ട് നടത്തിച്ചാന്നറിയാമോ? ഇടവകയിലെ അച്ഛനെ കൊണ്ട്. ആ പിന്നെ ഈ നിങ്ങൾ കണ്ടു ഞങ്ങളുടെ പുത്തൻകാവിലെ IPC ചർച്ചിൽ അവരുടെ ഒരാൾ മോടെ കല്യാണമായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് ഒരാളെ അമേരിക്കയിലുള്ള ഒരു സെക്രട്ടറിയെ, IPCയിലെ സെക്രട്ടറിയെ വിളിക്കുന്നു. അതിന് വിളിക്കാൻ അപ്പം അന്നേരം അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു അതല്ല, അവിടുത്തെ സെക്രട്ടറി അല്ല വിളിക്കേണ്ടത്, ഇവിടുത്തെ എന്താണ് അവിടെ 10-12 സഭയുടെ വലിയ ആളുണ്ട്, എന്താ അതിന് പറയുന്നത് എനിക്കറിയത്തൊന്നുമില്ല. ആ ആളെയാണ് വലിയ തിരുമേനി. ആ തിരുമേനിയാണ് വിളിക്കേണ്ടത്. അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി ചർച്ച രണ്ടാകുകയൊക്കെ ചെയ്തു. അവർ വരുന്നതിന് മുമ്പേ തന്നെ ഈ ചർച്ചിൽ എന്തോ ഉണ്ടായി. അവരാരും വരുന്നതിന് മുമ്പേ തന്നെ ചർച്ചിൽ തർക്കം ഉണ്ടായി, ചർച്ച രണ്ടാകുകയും ചെയ്തു. ഈ ചർച്ചിൽ നിന്ന് ആ പുള്ളി ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പം വന്നിരുന്നെങ്കിലോ അതിനെക്കാട്ടിക്കൊള്ളു. അപ്പം ദൈവമക്കളെ നിങ്ങൾ നോക്കണം, നമ്മൾ ആരെ കൊണ്ടാണ് പ്രാർത്ഥിപ്പിക്കുന്നത്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, സഹോദരങ്ങളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം നമ്മുടെ റെജി ബ്രദർ എന്നോട് പറഞ്ഞു മോക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മോക്ക് പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും. ഞാൻ പ്രാർത്ഥിച്ചു റെജി ബ്രദറെ, അതോ കർത്താവിൻ്റെ ദാസൻ തന്നെയാണ് പ്രാർത്ഥിച്ച? ഞാൻ പറഞ്ഞു അപ്പൻ്റെ മുകളിൽ എനിക്ക് അധികാരമുണ്ടോ? അപ്പനാണോ മോടെ മുകളിൽ അധികാരം, അതോ വേറൊരാൾക്കാന്നോ? സ്വന്തം അപ്പൻ ജീവനോട്ടിരിക്കുന്ന അപ്പനാണ് അധികാരം, ആണോ അല്ലയോ? അത് കഴിഞ്ഞിട്ടുള്ള പുറത്തേത് മനുഷ്യനും. മക്കളെ, നമുക്ക് തന്നിരിക്കുന്ന അധികാരം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. ഇവിടെ വാദവും പ്രതിവാദവും നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കരുത്? ഇതുപോലുള്ള ശുശ്രൂഷകളൊന്നും കൂടുതലൊന്നും എന്ത് ചെയ്യരുത്? ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് ഗുണമല്ല ചെയ്യാൻ പോകുന്നത്. പിന്നെന്തോ ചെയ്യും? ഇത് പറയുന്നുണ്ട് എനിക്ക് തന്നെ അടി കിട്ടാൻ പോകുന്നു. ആരെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ? പ്രധാനപ്പെട്ട ആൾക്കാർക്കല്ലോ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാനത് ഓരോന്ന് വായിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. തങ്ങളുടെ കൂട്ടത്തിൽ 24-ാമത്തെ തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടതിനെന്നേ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ഓക്കെ. ഇനി ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിലാണ് 25-ാമത്തെ വാക്യം. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാരിൽ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ അവർ ഉപകാരികൾ എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ? അതല്ലയോ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് തന്നെയല്ലയോ വായിച്ചത്? യേശു അവരോട് പറഞ്ഞ കാര്യങ്ങൾ. അതെ. അപ്പം ജാതികളുടെ രാജാക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ അവർ ഉപകാരികൾ എന്ന് പറയുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മന്ത്രിമാരെടുക്കലോ ആരെടുക്കലും ചെന്ന് എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയാണ് എനിക്ക് ഉപകാരം ചെയ്തത്, അതായത് MLA ആണ് ഉപകാരം ചെയ്തതെന്ന് പറയത്തില്ലയോ?
അതെ. അത് തന്നെ കർത്താവ് പറഞ്ഞത്. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. അപ്പോൾ യേശു കർത്താവ് ഈ പറയുന്നതൊക്കെ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ തർക്കസംബന്ധമുള്ള വിഷയത്തെക്കുറിച്ചില്ലേ പറയുന്നത്? അതെ. ഓക്കെ. എന്നിട്ട് അടുത്തത് നോക്കിക്കോണം. നിങ്ങൾ ആകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ച് തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകയും ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. അപ്പം ഇതെവിടുത്തെ കഥയാണ് പറയുന്നതെല്ലാം? നിങ്ങൾ വലിയവരാകാൻ ശ്രമിക്കേണ്ട, നിങ്ങളെല്ലാവരും എൻ്റെ മേശയിൽ ഒരുപോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? ആണോ അല്ലയോ? ഇതിൽ പത്രോസിന് അംശവടി കൊടുത്തു. പത്രോസാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ വല്ലതും പത്രോസിനെ സിംഹാസനത്തിൽ ഇരുത്തിയോ, അതോ എല്ലാവരെയും കർത്താവിൻ്റെ മേശയിൽ ഒന്നിച്ചിരിക്കും 12-നെയും ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആണോ അല്ലയോ? കർത്താവിനെ ആരെങ്കിലും വലുതാക്കുകയോ ചെറുതാക്കുകയോ വല്ലതും ചെയ്തോ? ഇല്ല. എല്ലാവരും. എന്നിട്ടാണ് പറയുന്നത്, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൽപ്പന ചോദിക്കാൻ കാര്യം എന്തായിരുന്നു? ഇവരുടെ ഇടയിലെ തർക്കം. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായി, ഇല്ലയോ? അപ്പം ആര് കയറി വന്നു? ആർക്കു വേണ്ടി വഴി തുറന്നു കൊടുത്തു? അപ്പം നമ്മുടെ വീട്ടുകളിൽ അങ്ങനെ വഴക്കുണ്ടാകാറുണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ? ഉണ്ടാകാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ആരാണ് വലുതെന്നുള്ളതിൽ തർക്കം കൂടുതലും ഉണ്ടാകുന്നത്. ഈ ദൈവം ഒരു 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 കാര്യം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിയമം തെറ്റിച്ചാൽ അവിടെ ആര് കയറി വരും? സാത്താൻ കയറി വന്നിട്ട് ഗോതമ്പ് പോലെ പാറ്റും. നിങ്ങളെല്ലാം ഇതിനകത്ത് ഇരിക്കുന്ന സഹോദരിമാരും മിക്കവാറും അമ്മമാരെല്ലാം എല്ലാവർക്കും പാറ്റാൻ അറിയാവുന്നവരില്ലയോ? അതെ. ഈ പാറ്റെന്ന് ഉടനെ ആ മണികൾക്ക് നിലത്ത് നിൽക്കാൻ നേരമുണ്ടോ? അപ്പം ഇവരെ പാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് നിലത്ത് നിൽക്കാൻ നേരമുണ്ടോ? അന്നേരം ഇവരെന്തോ പറയുന്നതെല്ലാം ദൈവവേല ചെയ്യുന്നവർക്ക് പോരാട്ടമുണ്ട്. പോരാട്ടം ചുമ്മാ അതല്ല നമ്മുടെ ജീവിതത്തിൽ പോരാട്ടം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനും വഴിയാർക്കാം. ദൈവത്തിന്. കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഇതും കർത്താവ് പറഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞേക്കുന്നത്. അന്നേരം ശിമോൻ പത്രോസ് പിന്നെയും പറയുന്നത് കണ്ടോണ്ട് അത് ഇതിനകത്തേക്കുണ്ട്. ശിമോൻ പത്രോസ് പിന്നെയും വിട്ടില്ലെന്ന് ഓർത്തോണം. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം എന്ന് പത്രോസിനോട് പറഞ്ഞു. അവനോട്, കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഈ ഇദ്ദേഹത്തിൻ്റെ വീരവാദങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. അന്നേരം കർത്താവ് എന്താ പറഞ്ഞത്? അതിന് 34-ാമത്തെ വാക്യം, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. ഇത് പത്രോച്ചാന വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലയോ? ഇത് തന്നെ ഇല്ലയോ നമ്മളും പലപ്പോഴും കർത്താവിനോട് വടി കൊടുത്തിട്ട് അടി വാങ്ങാറുണ്ടോ? വലിയ വീരവാദങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ദൈവത്തോട് എന്ത് ചെയ്യരുത്, പറയരുത്. നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്നേ. ഇതിന് പറ്റിയ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവവചനം കൂടുതൽ സമയം കുത്തിയിരുന്ന് വായിക്കുക. എന്ത് ചെയ്യുക? വചനം വായിക്കുക. ഒരു ബുക്കും എടുത്തു വെച്ചേക്കുക, ഒരു പേനായും എടുത്തു വെച്ചേക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം?
എഴുതി വെക്കണം. എഴുതി വെക്കുക മാത്രമല്ല, അത് വീണ്ടും വീണ്ടും ആ തട്ടിയ വചനം വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? വായിക്കണം. എന്നിട്ട് കർത്താവിനോട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ആരോട് ചോദിക്കണം? ആ, അല്ലാതെ നിങ്ങളുടെ ബൈബിളിനകത്ത് ഒരുപാട് ഫുട് നോട്ട്സും പിന്നെ അല്ലാതെ വേറെ ആരൊക്കെയോ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ കാണും. അതിനകത്തിൽ പോയി നോക്കിയാൽ നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളതൊന്നും കിട്ടത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങൾ നിങ്ങൾക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. വേറൊരാൾ അറിഞ്ഞിട്ടൊട്ട് വലിയ പ്രയോജനവും ഇല്ല. ചിലർ എന്നോട് ഒരുപാട് കഥകളൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ കഥകൾ കേൾക്കുന്നതേ ഇഷ്ടമല്ല. കാരണം എന്നാണെന്നറിയാമോ? ഒന്നാമത് ഞാനൊരു കൗൺസിലർ അല്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ എന്നോട് ഈ കഥകളൊക്കെ പറഞ്ഞാൽ എനിക്കതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവും ഇല്ല. പിന്നെ നിങ്ങളുടെ കഥകൾ അറിയാവുന്ന ദൈവമാണ്. അപ്പം രണ്ട് വാക്കിനകത്തിന് എനിക്ക് വേണ്ടി ഒന്ന് ഇന്ന വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വചനപ്രകാരം ഇന്ന വചനപ്രകാരം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പ്രാർത്ഥിക്കും. എന്താണ്, ചെറുതായിട്ടൊരു വിഷയം മാത്രം പറയുക. ചിലരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയും. ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്കൊട്ട് ഓർത്തിരിക്കാനും പറ്റത്തില്ല, ഞാനൊട്ട് ഓർത്തിരിക്കുകയുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ഇവരുടെ എല്ലാ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ ഓർത്തിരുന്ന ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. നാളിൽ ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചിൽ ഒരു സഹോദരി ഗർഭിണിയായി. അപ്പം അവർ ഒരു സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാസ്റ്റർ പറഞ്ഞു. അപ്പം പിള്ളേരെല്ലാം ഈ വിഷയത്തിന് വേണ്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുപ്പക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തിയുടെ പ്രസവവും കഴിഞ്ഞു, കൊച്ചിന് 6 മാസമായപ്പോഴും പിള്ളേരെന്തോ ചെയ്തുകൊണ്ടിരിക്കുക, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മക്കളെ, നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അതോടെ നിങ്ങളെ ഒന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ പോകണം. ഈ വചനത്തിന് നിങ്ങളോട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, ദൈവവചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ സാരമില്ല, ഞാനത് കേൾപ്പിക്കാം. അതിന് മുമ്പേ ഈ എങ്ങനെയാണ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ആദ്യം. ഓക്കെ, 1 യോഹന്നാൻ 5-ാം അധ്യായം എടുത്താട്ടോ, അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അത് വേറൊരാളോട് ഒന്ന് വായിച്ചാട്ടോ ആ വാക്യം. മലയാളത്തില് പ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. വേറൊരാളുടെ വായിച്ചാട്ടെ. അവന്റെ ഇഷ്ടപ്രകാരം അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. വേറെ ആളുടെ വായിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു, ആ ആളുടെ വായിച്ചു. അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഓക്കെ, ഇപ്പൊ വായിച്ച വാക്കിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ അപേക്ഷിക്കുന്ന അവന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം, അപ്പം അത് നമുക്ക് ലഭിക്കും. ഓക്കെ, അതിന് പിന്നെ പല പ്രാവശ്യം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചോട്ടെ. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. എന്താണ് നമുക്ക് ലഭിച്ചു എന്ന് അറിയാൻ തീർച്ചയില്ലാത്ത എന്തുകൊണ്ടാ?
അല്ല, വിശ്വാസമല്ല. നമ്മൾ ദൈവ ഇഷ്ടപ്രകാരമല്ല അപേക്ഷിക്കുന്നത്. അപേക്ഷിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം അപേക്ഷകൾ കൊടുത്തിട്ടുള്ളവരാ പലർക്കും, ആണോ അല്ലയോ? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമുക്കറിയാം. ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചാൽ ഞാൻ പോയി ഒരു പ്ലംബറിന് അപേക്ഷിക്കാനോ ഒരു ഇലക്ട്രീഷ്യന് അപേക്ഷിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നേഴ്സായിട്ട് അപേക്ഷിക്കാനോ എനിക്ക് പറ്റുമോ? പറ്റത്തില്ല. കാരണം എൻ്റെ പ്രൊഫഷൻ അതല്ല. ഞാനൊരു ഷെഫാണ്. അപ്പം ഞാൻ എന്തിനു വേണ്ടി അപേക്ഷിക്കും? എന്ത് ജോലിക്ക് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കും. ഓപ്പണിംഗ് ഉള്ളപ്പോൾ ഞാൻ അപേക്ഷിക്കത്തുള്ളൂ. അതെനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അപ്പം നമ്മൾ ജോലിക്കാണേലും വേറെ എന്തിനാണേലും അപേക്ഷിക്കുമ്പോൾ ഇന്നതിനാണ് ഞാൻ അപേക്ഷിക്കുന്നത്, അതെനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ അമേരിക്ക വന്നിട്ട് 15 ദിവസം കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് കിട്ടി. സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് കിട്ടിയതിന് പിറ്റേ ദിവസം തന്നെ എൻ്റെ അളിയനോട് പറഞ്ഞ് ഇവിടുത്തെ ഡാളസ് മോർണിംഗ് ന്യൂസ് വരുത്തി അതിനകത്ത് നോക്കി ഉടനെ ഡാളസിൽ ഒരു ഹോട്ടലിൽ ഓപ്പണിംഗ് ഉണ്ട്, ഞാൻ അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. പുള്ളി കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോകട്ടെ. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അളിയനങ്ങനെ അറിയാം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് ഇന്നടത്താണ് വരേണ്ടത്, അവിടെ ചെന്നാൽ മതി. അപ്പോൾ പുള്ളിക്ക് അവിടെ കൊണ്ടുപോയി. അവിടെ ഞാൻ ചെന്ന് കയറി കഴിഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ പോന്നു. പിറ്റേ ആഴ്ച ഞായറാഴ്ച സെയിം മോർണിംഗ് ന്യൂസിനകത്ത് സെയിം ആഡ് കിടക്കുന്നു. ഞാൻ പിറ്റേ ദിവസം അളിയനോട് പറഞ്ഞു നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. എന്നോട് ചോദിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ചോ? ഞാൻ പറഞ്ഞു വിളിച്ചൊന്നുമില്ല, പക്ഷെ തന്നെ നമുക്ക് അവിടെ പോകാമെന്ന് വരെ പറഞ്ഞു. എന്നാൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പേഴ്സണലിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചു, സെക്രട്ടറിയോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നൊരു ആപ്ലിക്കേഷൻ തന്നു ഇന്ന പൊസിഷന് വേണ്ടി, നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല. വിളിക്കാതെ നിങ്ങൾ വീണ്ടും ഒരാട് ഈ ന്യൂസ് പേപ്പറിനകത്ത് ഇട്ടേക്കുന്നു. അതെന്ത് ന്യായമാണെന്ന് ചോദിച്ചു. നിങ്ങളാന്ന് ചെന്ന് ചോദിക്കുമോ? നിങ്ങളാരും ചോദിക്കത്തില്ല. ആ പെണ്ണ് പേടിച്ചു പോയി. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നെ ഉടനെ തന്നെ ഇൻ്റർവ്യൂവിന് വിട്ടു. അന്നേരം തന്നെ എന്നെ ഹയർ ചെയ്തു. പിറ്റേ ദിവസം ജോലിക്കെല്ലാം പറഞ്ഞു. അമേരിക്കയിൽ ഇത് നടക്കും? നടക്കത്തില്ല. പക്ഷേ ഞാൻ പിറ്റേ ദിവസം ജോലിക്കാന്നുണ്ടെ പേഴ്സണലി ചോദിച്ചു, നിനക്കിപ്പോൾ എങ്ങനെയാണ് ജോലിക്ക് വന്നത്? ഞാൻ പറഞ്ഞു എന്നെ ഹയർ ചെയ്യുന്നു. അങ്ങനെ ഹയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ദാറ്റ് ഐ ഡോണ്ട് നോ, ദർ ഇസ് എ ലോങ് പ്രൊസീജിയർ ഇസ് ദെയർ, ഐ ഡോണ്ട് നോ എനി പ്രൊസീജിയർ, ഐ എം ഹയർഡ്. ഈ രീതി പ്രവർത്തിക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്? കാരണം എനിക്കൊരു പ്രൊഫഷനുണ്ട്. എന്തുണ്ട്? എനിക്കൊരു പ്രൊഫഷനുണ്ട്. ആ പ്രൊഫഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഉള്ള വിവരം എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ അപേക്ഷയ്ക്ക് തള്ളിക്കളയത്തില്ല എന്നുള്ള വിവരവും എനിക്ക് ആർക്കറിയാം? എനിക്കറിയാം. അപ്പം അറിയാവുന്നത് കൊണ്ട് ആ രീതിയിൽ ഞാൻ ചോദിച്ചു, ആ രീതിയിൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദൈവ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് എനിക്ക് ദൈവത്തോടുള്ള ധൈര്യമാണ്. അപ്പം ദൈവത്തോട് ധൈര്യത്തോട് നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ജോലി ആരുടേതാണ്? ഈ ആൾക്കാർ പറയാറുണ്ട് 6000-ൽ പരം പ്രോമിസസ് ഉണ്ട്. എത്ര പ്രോമിസസ് ഉണ്ടെന്നുണ്ടെങ്കിലും ചിലർ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടത്തില്ല എന്ന് പറയുന്നത് കേട്ടുണ്ടോ? അവരാണ് ആ പറയുന്നവരാണ് ഇതിനകത്തിലെ ദൈവമെന്ന് തോന്നിപ്പോവും പറച്ചിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ദൈവം പറഞ്ഞേക്കുന്ന അതിൻ്റെ 15ാമത്തെ വാക്യം ചോദിച്ചിട്ട് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പൊ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിയാന്ന ദൈവം, ഈ കർത്താവാന്ന ദൈവം? ആ പുള്ളിയാ ദൈവം. മക്കളെ, ഈ
നമ്മൾ ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചു, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ, നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും കിട്ടത്തൊന്നുമില്ല, എല്ലാം ചോദിക്കുന്നതെല്ലാം കിട്ടത്തില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ചോദിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ലെന്നേ, അത് പറയത്തില്ല. ചോദിക്കുന്നതെല്ലാം കിട്ടത്തില്ലെന്നല്ല പറയേണ്ടത്, ചോദിക്കാൻ പഠിക്കണം. എന്ത് ചെയ്യണം? ചോദിക്കാൻ പഠിക്കണം. നമ്മൾ വായി തോന്നുന്നതെല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല. അങ്ങനല്ല ചോദിക്കേണ്ടത്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പം നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപേക്ഷിച്ചാലും കിട്ടുമെന്നില്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ വായി തോന്നിയത് എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുമോ? കാരണം നമുക്ക് ചോദിക്കാൻ അർഹതയുള്ളത് എന്താണെന്ന് ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചോദിക്കാൻ പഠിക്കണം. ദൈവമക്കളെ, നമുക്ക് അർഹതയുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദിക്കേണ്ട രീതികളുണ്ട്, ആ രീതി ചോദിക്കാനായിട്ട് പഠിക്കണം. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടി? അത് മനസ്സിലായല്ലോ, മനസ്സിലായി. ഇനി സംശയമില്ലല്ലോ എന്തിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചെന്നുള്ളവരും പിടി കിട്ടിയല്ലോ. പാറ്റി കളയാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എന്തിനു വേണ്ടിയാ പാറ്റാൻ സാത്താൻ അനുവാദം ചോദിച്ചത്? അവര് തന്നെ സാത്താൻ്റെ കൈ ചെന്ന് വീണു. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാണ്. ഇത് പറഞ്ഞെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഗത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏത് സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ പൂർണ്ണ പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾ ഒത്തിരി സൂക്ഷിക്കാനായിട്ട് പോകുന്ന ഒരു വാക്യമാണ്. യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് ലോർഡ്സ് പ്രെയർ. ആക്ച്വലി ഇതാണ് യേശുവിൻ്റെ ലോർഡ്സ് പ്രെയർ എന്ന് പറയേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനകത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 1-2 കാര്യം കാണിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പ്രാർത്ഥിച്ചത് എന്തെന്നാലെന്നല്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് എഴുതാഞ്ഞത്? ദൈവത്തോട് പറയുന്നതിനെയാണ്. അല്ല കേട്ടോ, പറയുന്നത് ശ്രദ്ധിച്ചു. ദൈവത്തോട് രാജാക്കന്മാരോട് നമ്മൾ പറയുന്ന അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ്? ദൈവത്തോടല്ല, രാജാക്കന്മാരോട്, മന്ത്രിമാരോട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കുന്നതിന് റിക്വസ്റ്റ് എന്നോ അപേക്ഷയെന്നോ ഒക്കെ നമ്മൾ പറയും. പക്ഷേ രാജാക്കന്മാരോട്, ഭൂമിയിലുള്ള കാര്യമാണ് പറയുന്നത്, രാജാക്കന്മാരോട് ഏതെങ്കിലും കാര്യം നമ്മൾ അഭ്യർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ്
രാജാക്കന്മാരോട് പറയുന്ന അഭ്യർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷയുടെ അല്ലെന്നുണ്ടെങ്കിൽ യാചനയുടെ ഉന്നതമായ ഒരു ഭാഷയാണ് പ്രാർത്ഥന. ഇപ്പൊ പിടികിട്ടിയോ? ഇത് യേശു കർത്താവ് തൻ്റെ പിതാവിനോട് പറയുകയാണ്. എന്താണ് പിതാവ് പറയും പറയുന്നത്? ഒന്നാമത് പറയുന്നത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഫാദർ, the hour is come, glorify thy son, that the son also may glorify you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ മഹത്വപ്പെടുത്തണം, എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ദൈവം ആദ്യം എന്നെ എന്തോ ചെയ്യണം? എന്നെ ഗ്ലോറിഫൈ ചെയ്യണം. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ. എന്നിട്ട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ എനിക്ക് തന്നിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടത്, നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പം എനിക്കാണ് സകല ജഡത്തിൻ്റെ മേലും എന്ത് തന്നിരിക്കുന്നത്? അധികാരം തന്നെ. ഓക്കെ. അപ്പം ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. എന്നിട്ട് പറയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. പിതാവേ, ഞാൻ നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. എങ്ങനെയാണ് മഹത്വപ്പെടുത്തിയത്? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് പറയാണ്, ഐ ഫിനിഷ് മൈ വർക്ക്, അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ജോലി തികച്ചു കഴിഞ്ഞു. ജോലി തികച്ചു കഴിഞ്ഞപ്പോൾ നിന്നെ ഞാൻ എന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തെന്നിരിക്കട്ടെ. കമ്പനിക്ക് നല്ല പ്രശസ്തിയുണ്ട്. അപ്പം നിങ്ങൾ ജോലി ചെയ്തത് കൊണ്ട് കമ്പനിക്ക് പ്രശസ്തി ഉണ്ടായതാണെന്നോ കമ്പനിക്ക് അല്ലാതെ ജോലി ചെയ്യാതെ കൊണ്ടാണോ പ്രശസ്തി ഉണ്ടായത്? നിങ്ങളെല്ലാം ജോലി ചെയ്തതുകൊണ്ടാണ് പ്രശസ്തി ഉണ്ടായത്. ആ പ്രശസ്തി വല്ലതും നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. പിന്നെ ആർക്കാ കിട്ടത്തുള്ളൂ? കമ്പനിക്കേ പ്രശസ്തി കിട്ടത്തുള്ളൂ. പക്ഷെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികം ആര് തന്നതിരിക്കും? കമ്പനി തന്നതിരിക്കും. ഓക്കെ. ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ സ്റ്റാർക്കി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹിയറിംഗ് എയ്ഡ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഡാലസിലുണ്ടായിരുന്നു. അവിടെ ഞാൻ നല്ലൊരു ഷെൽ ടെക്നീഷ്യനായിരുന്നു. അവിടെ ഞാൻ 10 വർഷം ജോലി ചെയ്തു. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രി വിട്ടതിന് ശേഷം ജോലി ചെയ്തു. ഒരു ഷെൽ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു. ഞാൻ നല്ലോണം വർക്ക് ചെയ്തു. എനിക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, ചെയ്തു. പക്ഷമുണ്ടെങ്കിൽ ഈ കമ്പനി ലോകം മുഴുവൻ പ്രസിദ്ധമായി. അതുകൊണ്ട് എൻ്റെ പേര് വല്ലതും പ്രസിദ്ധമായോ? ഇല്ല. എൻ്റെ പേര് പ്രസിദ്ധമാകത്തില്ല. കമ്പനിയുടെ പേരേ പ്രസിദ്ധമാകത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഹിയറിംഗ് എയ്ഡ് ഒരു മനുഷ്യന് നല്ല രീതിയിൽ ഫിറ്റായി എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരുടെ പേരേ പറയത്തുള്ളൂ? കൊച്ചയിപ്പോൾ ഉണ്ടാക്കിയ ഹിയറിംഗ് എയ്ഡാണ്, നല്ല ഹിയറിംഗ് എയ്ഡ് ആണെന്ന് വല്ലവരും പറയുമോ? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ നാമമേ മഹത്വപ്പെടുത്തുള്ളൂ? യേശുവിൻ്റെ നാമമേ മഹത്വപ്പെടുത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ യേശുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവ് പറഞ്ഞത് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജോലിയാണ്. ഓക്കെ. ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. കാരണം ഇപ്പം തന്നെ 9 മണിയായി. ഇനിയിപ്പം ഞാൻ 5-ാമത്തെ വാക്യം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1/4 മണിക്കൂർ വേണ്ടി വരും. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുത്തുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. എന്താണ് അതിൻ്റെ അർത്ഥം?
അർത്ഥം ആദ്യം ഞാനിത് പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ ഈ ഒരു വാക്യം മാത്രം ചിന്തിക്കുക, ആലോചിക്കുക, ദൈവത്തോട് ചോദിക്കുക. ഓക്കെ, അർത്ഥം മാത്രം ഞാൻ പറയുന്നു. പിതാവായ ദൈവമേ ഇപ്പോൾ എനിക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമുണ്ടാകുന്നതിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്ക് എന്തുണ്ടായിരുന്നു? ആ, അപ്പൊ ആ മഹത്വത്തിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് എന്നെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഇതാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് എങ്ങനെയാണ് മഹത്വം പോയതെന്നും ഇതിൻ്റെ ആഴം എന്താണെന്നും അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. വളരെ ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ, ഈ ഒരൊറ്റ വാക്യം മനസ്സിലായാൽ എൻ്റെ ബൈബിൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ടങ്ങ് മാറും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ, ഇത് വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ബൈബിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് പിടി കിട്ടിയോ? ആ, അപ്പം നിങ്ങൾ അന്നേരം എന്ത് ചെയ്യണം? വായിക്കണം. ഇത് വായിക്കണം, ദൈവത്തോട് ചോദിക്കണം, കർത്താവെ ഇതിൻ്റെ മർമ്മം വെളിപ്പെടുത്തി തരണമേ എന്ന് നിങ്ങൾ ഈ ഒരാഴ്ച പ്രാർത്ഥിക്കണം. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഈ ഒരു വാക്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് പിടികിട്ടും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.